പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചനം ലൂക്കാ സുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം അത് ഏറ്റെടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഉടനെ തന്നെ മാതാവ് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നതായിട്ടാണ് അടുത്ത വചനത്തിൽ നാം വായിക്കുക. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. സ്നേഹമുള്ളവരെ, ഈ തിടുക്കം എന്തിനായിരുന്നത് നമുക്ക് വ്യക്തമാണ്. തൻ്റെ ഇളയമ്മയായ ഏലീശാമ്മ പുണ്യവതി വാർദ്ധക്യത്തിൽ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞ പാടെയുള്ള ഓട്ടമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. ഞാൻ പറയുന്നു, നമുക്കും വേണ്ടത് ഈ തിടുക്കമാണ്. നമ്മുടെ മുൻപിൽ ഇനി അധിക സമയമില്ല. കിട്ടിയ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ അരിഷ്ടതകളൊന്നും കണക്കിലെടുക്കാതെ തൻ്റെ ഇളയമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷത്താൽ ഓടുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും വേണ്ടത്. നമുക്ക് ജീവിതത്തിൽ പല കഷ്ടനഷ്ടങ്ങളുണ്ടാകാം. എങ്കിലും അന്യരുടെ ദുഃഖത്തിലും വിഷമത്തിലും നാം പങ്കുചേരാൻ യോഗ്യരായിരിക്കണം. അപ്പോഴാണ് നാം വിശുദ്ധീകരിക്കപ്പെടുക. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു പൂമത്തെ ആയിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞ കാൽവരിയും കാലിക്കൂട്ടങ്ങൾ മേയുന്ന കാലിത്തൊഴുത്തും ഒക്കെ ആയിരുന്നു അമ്മയുടെ സിംഹാസനങ്ങൾ. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ സഹനത്തിൻ്റെ മാതൃകയാണവൾ. കാലിത്തൊഴുത്തു മുതൽ അങ്ങ് കാൽവരി വരെ സഹിച്ചവളാണമ്മ. നമുക്കറിയാം, ഒരു സത്രം പോലും തൻ്റെ പ്രസവത്തിനായി തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരിടം കിട്ടാതെ പൂർണ്ണ ഗർഭിണിയായിരുന്ന പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദന, അതിനുശേഷവും സമാധാനമായി ഒന്ന് പ്രസവിച്ച് കിടക്കാൻ അനുവദിക്കാതെ തിടുക്കത്തിൽ ഈജിപ്തിലേക്ക് യാത്രയാകാൻ പറയുന്നു. എന്തുമാത്രം സഹനങ്ങൾ! അവിടെയെല്ലാം പതറാതെ തളരാതെ പിടിച്ചു നിൽക്കുന്ന അമ്മ. തൻ്റെ ദിവ്യപുത്രന് 12 വയസ്സായപ്പോൾ കാണാതെ പോയ സംഭവം. നമ്മളാണെങ്കിൽ പരസ്പരം പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി എന്തായിരിക്കും അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാം ശാന്തതയോടെ കൈകാര്യം ചെയ്യുന്നൊരമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം, ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം. ശിമയോൻ എന്ന പ്രവാചകൻ പ്രവചിച്ച് ഒരു വലിയ വാൾ നിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമെന്ന്. അപ്പോഴും സഹനത്തിൻ്റെ പുത്രി അത് ഏറ്റെടുത്തു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പതറിയില്ല, തളർന്നില്ല. തുടർന്നങ്ങോട്ട് നോക്കുമ്പോൾ അമ്മയുടെ സഹനങ്ങൾ ഏറെയാണ്. അപ്പോഴൊക്കെയും അമ്മ പതറുന്നതായി നാം ഒരിടത്തും കാണുന്നില്ല. തിരിച്ച് സംസാരിക്കുന്നതായി നാം ഒരിടത്തും കാണുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ നാം എന്തുമാത്രം വിഷമത്തോടും വേദനയോടും കൂടിയാണ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാറ്. ഈ പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക അമ്മമാരായ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. കാരണം ഞാൻ പറഞ്ഞു, കാൽവരി മുതൽ കാലിത്തൊഴുത്ത് മുതൽ അങ്ങ് കാൽവരി വരെ സഹിച്ചവളാണമ്മ. ആ സഹനത്തിൻ്റെ മാതൃക അമ്മമാരായ നമ്മളും ഏറ്റെടുക്കുമ്പോൾ, മനുഷ്യരായ നാം ആരായിരുന്നാലും ആ സഹനത്തിൻ്റെ മാതൃകയെ പിന്തുടരുമ്പോൾ നമുക്ക് എല്ലാം ദൈവം തരുന്നത് എന്തും ഇതാ കർത്താവിൻ്റെ ദാസി, എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പറയുവാൻ നമുക്ക് സാധിക്കും. തിരുവചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മനുഷ്യർക്ക് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണെന്നറിയുക. നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നാം ശാന്തരായി ഇരിക്കുക, ശാന്തരാവുക. ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നാം അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒന്നുകൂടി ധന്യമാകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൽസി ജോസ്.
ഹല്ലേലൂയ.